Yes. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की स्तुति हो. തൊണ്ടയ്ക്ക് ശരിയായ പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് വളരെ ശബ്ദം കുറച്ചിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കും. और मेरा आवाज थोड़ा बटा हुआ है, इसलिए मैं थोड़ा धीमी आवाज से बात करेंगे. आप लोग कृपया करके माफ कीजिएगा. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇന്ന് ഇരിക്കണം. എല്ലാവരുടെയും മൈക്രോഫോണൊക്കെ വളരെ ശബ്ദത്തിൽ വെക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന് കേൾക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. और आप लोग कृपया करके ध्यानपूर्वक इस संदेश को सुने, ध्यानपूर्वक सुनिएगा, तब जो है आज का संदेश हमारा हृदय में स्पर्श करेंगे. പാസ്റ്റർ ജീൻ എന്ന് പറഞ്ഞു ഇന്ന് നമുക്ക് ക്യാൻസൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എൻ്റെ മനസ്സിൽ ഈ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം അഭ്യർത്ഥിക്കുന്നു. और पास्टर जी ने मुझे बताया था कि आज का मीटिंग चाहे तो कैंसिल कर सकता है, लेकिन मेरे अंदर में उसका मीटिंग को कैंसिल करने की इच्छा नहीं था, इसलिए सोचा कि आज का मीटिंग चलने दे. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതായ കാരണം ഇന്ന് ഈ വചനം കേൾക്കുവാനായിട്ട് വളരെയധികം അത്യാവശ്യമുള്ളവർ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. तो उसके लिए अलग अलग कारण होगा, लेकिन मैंने जो है मीटिंग आगे बढ़ने का एक रीजन ही है कि आज जो है परमेश्वर का वचन सुनने का इच्छा के साथ काफी जन जो है आज आएंगे, और इसीलिए उनके लिए जो है प्रभु का वचन बताना चाहते हैं. ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും ദൈവം ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കും. अगर एक व्यक्ति को प्रभु का वचन चाहिए, उनके लिए तो परमेश्वर की आत्मा आज आपसे बात करेंगे. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഒരുക്കത്തോടുകൂടി ഇന്ന് പകൽക്കാലം, അല്ലെങ്കിൽ അവിടെ രാത്രിയാണ്, രാത്രി നമുക്ക് ആയിരിക്കാം. इसलिए जो है हमारा हृदय को तैयारी करके, हृदय का तैयारी के साथ हम परमेश्वर के वचन को सुनने के लिए बैठेंगे. Praise the Lord. Hallelujah. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ അതിന്റെ റെസ്പോൺസ് ഒക്കെ ഇടുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും മൈക്രോഫോൺ म्यूट ചെയ്ത് വെക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. परमेश्वर की आत्मा अगर आपसे बात करेंगे, आपको हालेलुया या प्रेज द लॉर्ड वगैरह चैट बॉक्स में डाल सकता है, लेकिन आप कृपया करके अपना माइक को म्यूट करके रखिए. ദാവീദിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. दाऊद के बारे में हम लोग बीते सप्ताह में सीख के ये आ रहा है, कुछ सप्ताह से. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവ്, ഇസ്രായേൽ का इतिहास में सबसे मजबूत एक राजा था दाऊद. എങ്ങനെയാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ദൈവം എങ്ങനെയാണ് ദാവീദിനെ തന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുവാൻ ദൈവം സാധിപ്പിച്ചത് എന്നുള്ളതും നമ്മൾ കാണുവാനിടയായിത്തീർന്നു. और कैसे दाऊद को परमेश्वर ने चुन लिया हम लोग देखा, और बीते सप्ताह में कैसे परमेश्वर के साथ रह के लड़ाई करने के लिए प्रभु ने उनको मदद किया, वो भी हम लोग सुना. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദാവീദിന്റെ ജീവിതത്തിൽ നിന്നുള്ള മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ഫ്രം ദി ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 11. और आज जो है दाऊद का जिंदगी का दूसरा एक भाग के बारे में हम लोग सुनेंगे, क्योंकि हम लोग जो सीख रहा है इब्रानी का पत्र 11 अध्याय का जो विश्वास की लोगों के समूह के बारे में हम लोग सीख रहा. എല്ലാ സാക്ഷികൾക്കും നമ്മളോട് പറയാനായിട്ടൊരു സന്ദേശമുണ്ട്. എല്ലാ സാക്ഷികളുടെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ അവർക്ക് നമ്മളോട് പറയാനായിട്ട്. और हर एक जो है इब्रानी का पत्र में बताने वाला हर एक लोगों को हमें बताने के लिए कुछ न कुछ गवाही है, और उनका अलग अलग विभिन्न तरीका का जो है एक्सपीरियंस भी या अनुभव भी हमें बोलने के लिए है. പലർക്കും പലതും പറയാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്കും പലതും പല സാഹചര്യങ്ങളെന്ന് പറയാനായിട്ടുണ്ട്. और अलग अलग लोगों को अलग अलग बात बोलना है, और वही लोगों को अपना जिंदगी का अलग अलग अवस्था से अलग अलग अनुभवों को भी बताने के लिए बाकी है. ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് കിരീടം ഇല്ലാത്ത രാജാവാണ് ദാവീദ്. ദാവീദ് ത്രോണിൽ കയറുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. आज हम लोग जो है सुनेंगे कि राजा दाऊद के बारे में, जो बिना मुकुट का एक राजा, मतलब जो है वो राजा नहीं बना है, लेकिन राजा का पद के लिए इंतजार करने वाला एक प्रभु का भक्त.
ഇതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, എ കിങ് ഇൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ there is a lot of time difference between the anointing and the crowning. അവനെ അഭിഷേകം ചെയ്തതും അവൻ യഥാർത്ഥമായി രാജാവാകുന്നതിന്റെ മധ്യത്തിൽ ഒരുപാട് വർഷങ്ങൾ. Praise the Lord. और आज जो है मैंने आपको ये बताना चाहता है कि उसको अभिषेक किया और उसके सिर पर परमेश्वर माने राजा का मुकुट जो है आने का बीच में जो है एक काल होता है, एक समय होता है, उस समय के बारे में आज चर्चा करेंगे. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതായ ഒരു പീരീഡ് ആണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. और हमारा जिंदगी में हम लोग कभी भी अपेक्षा नहीं करने वाला या कभी नहीं चाहने वाला एक समय होता है, वो समय है वेटिंग पीरियड या इंतजार करने का समय. നമ്മൾ ഇതുപോലെ സാക്ഷികളുടെ വലിയ സമൂഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ, യോസേഫിന്റെ ജീവിതത്തിൽ, അങ്ങനെ മോശയുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ ദൈവം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. और हम लोग जो है इस पढ़ाई का परंपरा को शुरू किया था उस वक्त में मूसा का जीवन के बारे में, अब्राहम का जीवन के बारे में और भी विभिन्न लोगों का जीवन के बारे में हम लोग सीखा. और इनका सबका जीवन में प्रभु का एक समय के लिए इंतजार करने के एक अवस्था या परमेश्वर इन लोगों को इंतजार करने का एक काल दिया था, उस विषयों के बारे में हम लोग देखा. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ദീർഘകാലം ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയായിരുന്ന എലിസബത്ത് രാജ്ഞി മരിച്ചു. और हम लोग को मालूम है कि बीते कुछ एक सप्ताह पहले काफी साल इंग्लैंड का जो है राज्ञी के रूप में काम किया हुआ एलिजाबेथ राज्ञी जो है रानी जो है उसका माने देहांत हो गया. അദ്ദേഹത്തിന്റെ ആ രാജ്ഞിയുടെ മകനായിരിക്കുന്ന ആ മകൻ ക്രൗണിലേക്ക് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു ആ പ്രിൻസിനുണ്ടായിരുന്നത്. और उसका बेटा जो है राजा बनने के लिए जो इंतजार किया हुआ साल जो है काफी ज्यादा था बाकी लोगों से अपेक्षा करने पर. ഒരുപാട് കാലങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. और काफी साल जो है उन्होंने इंतजार किया राजा बनने के लिए. തനിക്കറിയാം ഒരു ദിവസം താൻ രാജാവാകും, उसको मालूम है कि एक दिन मैं राजा बनूंगा, എന്നാൽ എന്നാണെന്ന് അറിയില്ല. लेकिन कब राजा बनेंगे नहीं मालूम. എന്നാൽ ഇവിടെയും ദാവീദിന്റെ സ്ഥിതി അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. लेकिन यहाँ पे दाऊद का स्थिति जो है उससे और विभिन्न है. ദാവീദിനെ ദൈവം രാജാവാക്കി തിരഞ്ഞെടുക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ശൗലിനെ തള്ളിയിരിക്കുന്നു. और राजा दाऊद को जब परमेश्वर ने चुन लिया था उस वक्त में एक बात परमेश्वर ने बोला था शमूएल से कि मैं शाऊल राजा को तिरस्कार किया, എന്നിട്ടാണ് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. उसके बाद जो है मैंने तुम्हें अभिषेक किया है. അപ്പോൾ ദാവീദിന്റെ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ അഭിഷേകം ചെയ്തതിന്റെ പിറ്റേ ദിവസമെങ്കിലും ഞാൻ രാജസ്ഥാനത്തേക്ക് വരേണ്ടതല്ലയോ? तब तो दाऊद का एक सवाल जो साधारण है हम सोच सकता है कि मुझे जो है राजा करके अभिषेक किया है, उसका कम से कम एक दिन के बाद या कुछ दिन के बाद भी कम से कम हमको तो राजा का सिंहासन तो मिलना चाहिए. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, തന്നെ അഭിഷേകം ചെയ്തതിന് ശേഷം ഏകദേശം 15-16 വർഷങ്ങൾ തനിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. എക്സാക്ട് സമയം നമുക്ക് അറിയുകയില്ലെങ്കിലും മിനിമം 10+ years തനിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. लेकिन एक बात हमें समझना चाहिए, दाऊद अब उनको अभिषेक मिलने के बाद जो है कम से कम 15 या 16 साल तक उनको इंतजार करना पड़ा. उसका पक्का जो है कितना साल है हमें नहीं मालूम, फिर भी लगभग जो है 15 या 16 साल तक उसको इंतजार करना पड़ा परमेश्वर जो वायदा किया हुआ सिंहासन में बैठने के लिए. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 45-46 വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്, ശമൂവേൽ took the horn of oil and anointed him in the presence of his brothers. और First Samuel 17:45-46. और पहला शमूएल का किताब उसका 17 अध्याय का 45 और 46 पद में हम दिखाई देता है कि परमेश्वर शमूएल नबी के द्वारा दाऊद को राजा बन के अभिषेक कर रहा. എന്നാൽ ദാവീദ് യഥാർത്ഥത്തിൽ രാജാവായി തീരുവാൻ സമയമെടുത്തു, ഏകദേശം 15-16 വർഷങ്ങൾ. കാരണം 2 ശമൂവേൽ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദാവീദിന് 30 വയസ്സായിരുന്നു താൻ രാജാവായപ്പോൾ.
और हम लेकिन 15-16 साल तक उनको इंतजार करना पड़ा, क्योंकि दूसरा शमूएल नबी का किताब में हम लोग यही पढ़ता है जब दाऊद ने राजा बनने का वक्त में उसका 30 उम्र का था। മാത്രമല്ല ആദ്യത്തെ 7 വർഷം തനിക്ക് 7.5 വർഷം തനിക്ക് കുറച്ച് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ കുറച്ച് ഗോത്രങ്ങളുടെ മാത്രമേ, യൂദയുടെ ഗോത്രത്തിൽ മാത്രമേ രാജാവായിരിക്കുവാൻ സാധിച്ചുള്ളൂ. പിന്നീട് എല്ലാ ഇസ്രായേലിന്റെയും രാജാവാകുവാൻ പിന്നീട് തനിക്ക് 7 വർഷം കാത്തിരിക്കേണ്ടതായിരുന്നു. और उनको एक और बात समझना है, पहला जो है कुछ काल तक उनको सिर्फ जो है यहूदा गोत्र का ही राजा बनने का मौका मिला, बाकी गोत्र का राजा बनने के लिए उनको और कई साल भी इंतजार करना पड़ा। അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിന്റെ പ്രോമിസ് ദൈവം ദാവീദായിട്ട് പറഞ്ഞതല്ല. ദൈവമേ എന്നെ രാജാവാക്കണമേ, എന്നെ രാജാവാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചായതല്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദാവീദിനെ തിരഞ്ഞെടുത്തു, ശൗലിനെ തള്ളി എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് 14-15 വർഷങ്ങൾ ആദ്യമായി രാജാവാകുവാനും പിന്നീട് ഒരു 7 വർഷം പൂർണ്ണമായി രാജാവാകുവാനും കാത്തിരിക്കേണ്ടി വന്ന, അങ്ങനെ ഒരു ഏകദേശം 25ഓളം വർഷങ്ങൾ ഒരു പ്രോമിസിന്റെ സമാപ്തിയിലേക്ക് കാത്തിരിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന്റെ വേദനാജനകമായ വെയിറ്റിംഗ് പീരീഡ് ആണ് ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. और आज हम लोग जो है उनका इंतजार काल का जो है दर्द के बारे में हम लोग सुनेंगे, क्योंकि परमेश्वर उनको अभिषेक करने के बाद कभी करीब 15 से 16 साल तक उनको इंतजार करना पड़ा, तो भी जो है वो बन गया है एक गोत्र का राजा। इसके बाद जो है फिर से कई 6 साल तक इंतजार करना पड़ा पूरा गोत्र का, मतलब पूरा इस्राएलियों का राजा बनने के लिए। और दूसरा एक बात समझना है, कभी भी दाऊद जो है अपनी ओर से नहीं मांगा था कि प्रभु मुझे राजा बनाइए, मगर परमेश्वर खुद जो है दाऊद को अभिषेक किया था कि मैंने तुमको राजा बनाना चाहते हैं। इसके बाद भी इतना साल तक जो है उनको इंतजार करना पड़ा परमेश्वर का वायदा उनका जीवन में पूरी होने के लिए। ഓ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് വന്നാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? और मैंने जो है आपसे एक सवाल पूछना चाहता है कि प्रभु का राज्य के लिए इस्तेमाल होने के लिए इसी प्रकार का एक वेटिंग पीरियड अगर आपका जीवन में होता है, कि हमारा प्रत्युत्तर उसके लिए कैसे होगा? ഒരു പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടിയായിരിക്കാം കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്ത പ്രാഥമികമായിട്ടുള്ള മുന്നേറ്റമായിരിക്കാം. പോയിന്റിൽ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്കുള്ള കടത്തപ്പായിരിക്കാം. പക്ഷെ एक प्रार्थना का जवाब के लिए हम लोग इंतजार कर रहा होगा, या हम लोग जो है परमेश्वर जो वायदा किया हो उस वायदा का पूर्तिकरण के लिए जो कई साल तक जो है हमें इंतजार करना पड़ा होगा। പക്ഷെ ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞുകൊള്ളാം, എത്ര കാലം വെയിറ്റ് ചെയ്താലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. लेकिन मैंने आपको एक बात बताना चाहता है शुरुआत में, कितनों भी साल आप अपना वायदा के लिए इंतजार करना पड़े, जो परमेश्वर ने आपको वायदा किया है वो परमेश्वर ईमानदार। ഈ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എങ്ങനെയായിരുന്നു ദാവീദിന്റെ ജീവിതം? ബിറ്റ്വീൻ ദ ടൈം ഓഫ് anointing and crowning, how was the life of David? तो हम जो है दाऊद का इस समय के बारे में थोड़ा सा देख लेंगे कि उनको अभिषेक करने के बाद जो है मुकुट उसके सिर पे आने का बीच में जो काल होता है, इंतजार करने का जो काल है, वो काल उसको कैसे बर्दाश्त किया या कैसे उन्होंने गुजरा। അതിനുശേഷമായി എങ്ങനെയാണ് ദാവീദ് ഇതിനോട് പ്രതികരിച്ചത് എന്ന് നമ്മൾ ഒരു പ്രായോഗികമായ വശത്തിൽ നിന്നും കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. और इसके बाद जो है कैसे दाऊद इस समय के लिए प्रत्युत्तर दिया, वो भी एक प्रायोगिक तरीका में हम लोग देखना चाहते हैं। Please listen to us very carefully in the next few minutes. अगला जो है कुछ समय आप कृपया करके अपना ध्यान पूरी तरीका में इस प्रवचन की ओर केंद्रित करें। അപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഒന്നാമതായിട്ട് നമ്മൾ കാണുകയാണ്, ഇറ്റ് വാസ് എ ടൈം ഓഫ് അൺയൂഷ്വൽ വെയിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 13-14 വർഷം ആദ്യത്തെ രാജാവാകുവാനും പിന്നീട് ഒരു 7 വർഷം കൂടി, അങ്ങനെ ഏകദേശം 23-24 വർഷമുള്ള നീണ്ട കാത്തിരിപ്പ്. तो मैंने शुरुआत में बोला कि 14 या 15 साल तक उन्होंने पहला राजा बनने के लिए इंतजार किया, पूरा इस्राएल का राजा बनने के लिए और 6 या 7 साल तक इंतजार किया, करीब 23 या 24 साल तक जो है अपना वायदा प्राप्त करने के बाद उनको इंतजार करना पड़ा, जो बहुत लंबा एक समय था।
ഇത് നിങ്ങൾക്ക് 1 ശമൂവേൽ 18-ാം അധ്യായം മുതൽ 2 ശമൂവേൽ 5-ാം അധ്യായം വരെ നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദാവീദ് കടന്നുപോയ ഈ വലിയതായ ലോങ് വെയിറ്റിംഗിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ. और आपने जो है घर में पढ़िएगा पहला शमूएल का किताब उसका 18 अध्याय से लेकर दूसरा शमूएल का किताब 5 अध्याय तक आप पढ़िएगा तो आपको पता चलेगा कि कौन सा अवस्था से दाऊद इसका बीच में गुजर गया था. ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി എല്ലാ റെഫറൻസും ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് പിന്നീട് വായിക്കാവുന്നതാണ്. और मैंने आपका जो है सुविधा के लिए हर एक रेफरेंस जो है चैट बॉक्स में डाल रहा है, आप चाहे उसको कॉपी कर सकता है या स्क्रीनशॉट मार सकता है ताकि आपको बाद में उसको पढ़ने के लिए मौका मिले. അപ്പോൾ ഈ ഒരു ലോങ് വെയിറ്റിംഗ് പീരീഡ് ഇത് നമ്മൾ പറയുമ്പോൾ ഈ ജീവിതത്തിലേക്ക് ഈ കാലഘട്ടത്തിലേക്ക് എത്തി നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് പരിശോധിക്കണം. ആം ഐ വെയിറ്റിംഗ് ലോങ്? പല പ്രാവശ്യം നമ്മളോട് ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കർത്താവേ ഹൗ ലോങ് ഹൗ ലോങ് ഹൗ ലോങ്. और ये जो है पढ़ने के वक्त में एक सवाल हमारा मन में भी आ जाता है, जो सवाल हम भी परमेश्वर से काफी बार पूछा हुआ होगा कि प्रभु कब तक हमको इंतजार करना पड़े, कब तक प्रभु, कब तक आपका वायदा पूरा होगा मेरे जीवन में. Praise the Lord. ഇത് ദാവീദിനെ ചിന്തിക്കണം. ദാവീദ് പോലും ചിന്തിക്കാതെ തന്നെ ആട്ടിടയനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്തിട്ട് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ ദാവീദിന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. और दाऊद जो है वो भी अपेक्षा नहीं किया था, जो चरवाहा बन के भेड़ बकरियों को चरा रहा था वहां से उनको बुलवा के उनको अभिषेक किया था. तो मलयालम में एक हम लोग पूछने का बात होता है कि आप हमें बुला के क्यों अपमानित किया. इसी प्रकार के एक अवस्था हुआ दाऊद का. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. लेकिन जो वायदा किया हुआ परमेश्वर ईमानदार प्रभु है. हालेलुया. ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ദാവീദിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു? ഈ ലോങ് വെയിറ്റിംഗ് പീരീഡ് കാരണം കൊണ്ടാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഹല്ലേലൂയ. और आज हम दाऊद के बारे में क्यों क्लास ले रहा है? ये लंबा सफर, ये लंबा इंतजार का काल जो है उन्होंने अच्छा बिताया, इसलिए हम उसके बारे में बोल रहा. തനിക്ക് തന്റെ കാലഘട്ടം വളരെ ലോങ് ആയിരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് അൺസർട്ടനിറ്റി. എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താണ് ഇനി സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള വളരെയധികം ആശങ്ക നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ദാവീദിന്റെ കാലഘട്ടം. और केवल जो है इस काल जो है माने ऐसे गुजरने वाला एक काल नहीं था कि आगे क्या होगा नहीं मालूम है. इसी प्रकार काफी आशंका और काफी जो है परेशानी से इंतजार करने वाला एक समय था इस समय. കാരണം ഒരു ഘട്ടത്തിൽ തന്നെ രാജാവായി അഭിഷേകം ചെയ്ത ശമൂവേലും മരിച്ചു. ചിന്തിക്കണം. और आपको ये भी समझना चाहिए एक समय जो हुआ था उनको राजा बना के जो राजा के रूप में अभिषेक किया हुआ शमूएल भी गुजर गया. ഒരു പ്രൂഫും ഇല്ല, ആരോട് എന്ന് പറയും? और कोई जो है प्रूफ उसके पास अभी नहीं है बोलने के लिए कि परमेश्वर ने मुझे राजा बना के अभिषेक किया. എല്ലാ ദിവസവും താൻ നാളെ എന്താകും നാളെ എന്താകും നാളെ എന്താകും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. और हर एक दिन में उन्होंने यही सोचते रहता है कि कल क्या होगा, कल क्या होगा, कल क्या होगा. ഒന്നും തീരുമാനമെടുക്കുവാൻ പറ്റാത്തതായ എ പീരീഡ് ഓഫ് ടോട്ടൽ അൺസർട്ടനിറ്റി, ടോട്ടൽ നോൺ വിസിബിലിറ്റി. और उनका जीवन में जो है कुछ भी निर्णय अभी नहीं ले पा रहा है. सारा जो है समंजस में पड़ा हुआ एक अवस्था है, पूरा कंफ्यूजन उनका जीवन में हो रहा है. कुछ भी आगे क्या करना है एक कोई भी आइडिया नहीं है. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ വാഗ്ദത്തം തന്റെ കാതിലുണ്ട്, എന്നാൽ മറുഭാഗത്ത് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നിനും അതിനോട് യാതൊരു താതാത്മ്യവുമില്ല. और एक तरफ जो है परमेश्वर का वायदा उनका जीवन में है, दूसरा तरफ उनका जीवन में अभी जो होने वाला हर एक बात जो है प्रभु का वायदा से कुछ भी जो है माने संबंधित बात नहीं है. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ദൈവത്തിന്റെ വാഗ്ദത്തവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനോട് പ്രതികരിക്കേണ്ടത്? आप जरा सा कल्पना कीजिए, परमेश्वर का वायदा और अभी हमारा जीवन में होने वाला अलग अलग बात का
जो है बीच में कोई संबंध नहीं है, तो हमारा मन में क्या प्रत्युत्तर होगा? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളോട് ഒരു വ്യക്തി പറയുകയാണ് നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ചില ധാരണകളുണ്ട് എങ്ങനെയായിരിക്കും ആ പദത്തിലേക്ക് അല്ലെങ്കിൽ ആ പദവിയിലേക്ക് എത്തേണ്ടത്. और आपसे मान के चलिए कोई व्यक्ति बोल रहा है कि तुमने जो है भारत का प्रधानमंत्री बनेंगे, अगर मान के चलिए कोई बोला, आपके मन में एक आइडिया है कि उस पद तक पहुंचने के लिए क्या करना पड़ेगा या किस तरीका में उस पद तक पहुंच सकता है. നിങ്ങൾ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത ആളാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, ആദ്യം ഒരു MLA ആകണം, ഒരു MP ആകണം, പിന്നെ ഒരു മിനിസ്റ്റർ ആകണം. ഇതെല്ലാം ഒരു ലോജിക്കൽ ആയിട്ടുള്ള പ്രോഗ്രഷൻ ആണ്. और अगर आपको राजनीति में निकलना है तो राजनीति में आपको सबसे पहले एक MLA बनना है, एक MP बनना है, और अलग अलग श्रेणी में आपको जाना पड़ेगा. वो एक तरीका है, एक प्रोसेस है. ദാവീദിന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഇസ്രായേലിന്റെ രാജാവായി മാറണമെങ്കിൽ അതിനോടനുബന്ധമായ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ നടക്കേണ്ടതല്ലയോ? പക്ഷെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ അസന്നിഗ്ധമായിട്ടുള്ള, വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. राजा दाऊद ने जो है यही सवाल पूछा होगा कि अगर परमेश्वर का वायदा मेरे जीवन में आ गया है तो फिर मेरे जीवन में होने वाला बात जो है उस वायदा के संबंधित बात तो होना चाहिए, लेकिन उस वायदा से बिल्कुल अलग जो है अलग अलग अवस्था में मुझे गुजरना पड़ रहा है. ये क्यों मेरे जीवन में इसी प्रकार होता है? അപ്പോൾ ഒരു ദൈർഘ്യമുള്ള കാലഘട്ടം മാത്രമായിരുന്നില്ല, പക്ഷെ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടമായിരുന്നു. അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടം. तो ये केवल जो है एक लंबा समय का बात नहीं है, ये समय में पूरा समंजस हुआ था, मतलब पूरा संदेह में पड़ा हुआ एक समय था. അത് മാത്രമല്ല, തന്റെ ജീവൻ ഏറ്റവും അധികം അപകടത്തിലായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ വെയിറ്റിംഗ് പീരീഡ്. और केवल वो नहीं है, उनका जीवन को माने उनका जान एकदम खतरा में पड़ा हुआ एक समय था. ये जो है 15 या 25 साल का बीच वाला जो समय. 1 ശമൂവേൽ 18-ാം അധ്യായം മുതൽ 2 ശമൂവേൽ 5-ാം അധ്യായം വരെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏകദേശം 10-നും 12-നും ഇടയിൽ പ്രാവശ്യം ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു എന്ന്. आपने जो है पहला शमूएल 18 अध्याय से लेकर दूसरा शमूएल 5 अध्याय तक पढ़िएगा तो आपको एक चीज नजर आएगा कि कम से कम 17 या 18 बार जो है शाऊल राजा ने दाऊद को मारने के लिए कोशिश किया. 10 to 12, 10-നും 12-നും ഇടയിൽ 10 और 12 बार जो है कम से कम उनको मारने के लिए शाऊल राजा ने प्रयास किया. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അവിടെ ദാവീദിനെ കൊല്ലുവാൻ ശൗൽ ശ്രമിക്കുക. ഗുഹകളിലാണ് തന്റെ താമസം, വിൽഡർനെസ്സിലാണ് തന്റെ താമസം. ഒരു ദിവസം പോലും രാത്രി സ്വസ്ഥമായി ഉറങ്ങുവാൻ തനിക്ക് സാധിച്ചിട്ടില്ല. और एक जगह से दूसरा जगह तक भागना पड़ रहा है, उनको गुफा में रहना पड़ रहा है, जंगल में रहना पड़ रहा है. एक दिन भी मेरे ख्याल से वो आराम से सोया हुआ दिन नहीं होगा. ഒരു ദിവസം ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ. एक दिन दाऊद जो है हताश होके बोलने वाला एक शब्द है, अभी तो मेरे जीवन में यही बाकी है, मैं जो है शाऊल के द्वारा मार डालेंगे. 1 ശമൂവേൽ 27-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? पहला शमूएल उसका 27 अध्याय का पहला पदों पर हमारा ध्यान को केंद्रित करें. पहला शमूएल उसका 27 का पहला पदों को वहां पे इसी प्रकार पढ़ते हैं. कृपया आप लोग ध्यान करें कि तब दाऊद ने सोचने लगा, अब मैं किसी न किसी दिन शाऊल के हाथ से नष्ट हो जाऊंगा. अब मेरे लिए उत्तम यह है कि मैं फिलिस्तीयों के देश में भाग जाऊं. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദാവീദ് പറയുകയാണ്, ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് പറയുകയാണ്, ഞാൻ ഇനി ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം ഓടിപ്പോവുക എന്നുള്ളതാണ്. മതി, ഇനഫ്. और दाऊद ने जो है इस प्रकार बात कर रहा है कि अभी मेरे जीवन में एक ही आशा है, वो आशा यही है कि शाऊल राजा के द्वारा मैं नष्ट हो जाए या मार दिया जाए.
तो इसके लिए उससे बचना है तो एक उपाय है मेरे पास, यहां से भागना। Praise the Lord. അപ്പോൾ ദാവീദിന്റെ ആ ഡിപ്രഷന്റെ ഏറ്റവും ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. तो आप दाऊद का जो है निराशा का गहराई को थोड़ा समझने के लिए कोशिश कीजिए। ആത്മഹത്യാപരമായ ചിന്തകൾ തന്റെ ജീവിതത്തിൽ വരികയാണ്. അയ്യോ, ഞാൻ ഇനി മരിക്കുകയുള്ളൂ, ഇനി എനിക്ക് ഒരു കാര്യത്തിലും ഇനി എനിക്ക് പ്രതീക്ഷയില്ല. आत्महत्या का तरह का जो है सोच उसका मन में आ रहा है, अब तो मुझे मरना ही अच्छा है, मेरे जीवन में अब कोई आशा बाकी नहीं है। Praise the Lord. Hallelujah. അത് മാത്രമല്ല, he was a victim of jealousy, അസൂയയുടെയും മാനസികമായ പീഡനത്തിന്റെയും പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളുടെയും അടിമയായിട്ട് തനിക്ക് മാറേണ്ടതായിട്ട് വന്നു ഈ കാലഘട്ടത്തിൽ. और केवल वो नहीं है, लोग उसके ऊपर में जलन करना पड़ा है, और लोग जो है गलत वायदा उनको देना पड़ा, मैंने दे दिया, और लोग जो है उसको गलत तरीका में व्यवहार किया, ये सबको उसको सामना करना पड़ा। തന്നോട് കൂടെയുള്ളവർ ചോദിക്കുവാൻ തുടങ്ങി, എന്നാണ് താങ്കൾ ഇനി രാജാവാകുന്നത്? और उनके साथ जो मैंने रहने वाला लोग भी उनसे पूछने लगा कि तुम कब राजा बनोगे। തന്റെ സഹോദരന്മാർ ഇവനെ എല്ലാ ദിവസവും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായി? ദാവീദിനെയും ഗോലിയാത്തിനെയൊക്കെ കൊന്നു, ഞങ്ങളെക്കാൾ വളരെ നല്ലവനാണ്, ഞങ്ങളെക്കാൾ തെരഞ്ഞെടുത്തവനാണെന്നൊക്കെ പറഞ്ഞ് അഭിഷേകം ചെയ്തു. വാട്ട് ഹാപ്പൻഡ്? 10-12 വർഷമായല്ലോ. और उनका भाई लोग भी हो सकता है उन्होंने निंदा किया होगा कि क्या हुआ है दाऊद जी, आपने जो है बहुत हिम्मत के साथ गोलियात को तो मार डाला था, लेकिन अभी क्या है तुम्हारा हाल? 10-12 साल तो हो गया ना, तुम कब राजा बनोगे? ഓ പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിൽ ദാവീദ് പിടിച്ചു നിന്നു. लेकिन आप समझना चाहिए, सबका बीच में दाऊद अटल रहा। ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാത്രികാലം നിങ്ങളോട് ചോദിക്കുവാനുള്ള ചോദ്യം, ആർ യു റെഡി ടു സ്റ്റാൻഡ് സ്റ്റിൽ? തന്മൻ ലഗാക്കർ, അതിലെ ഹിന്ദി വാചകം തന്മൻ ലഗാക്കർ, സ്ഥിരതയോടെ ഈ വെയിറ്റിംഗ് പീരീഡിൽ കർത്താവിനെ മാത്രം ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? तो आज जो है आप लोगों से सवाल यही है कि आज का जो है समय काल में, इस जो इंतजार करने का समय काल में, जैसे प्रभु का दास बोला, तन मन लगाकर प्रभु के लिए इंतजार करने के लिए क्या आप तैयार हैं, या अपना तरीका में भागने के लिए कोशिश करेंगे? ഇവിടെയാണ് ആശ്രയത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത്. ആശ്രയത്തിന്റെ ആഴം, the depth of trust. Can you repeat please? ഇവിടെയാണ് ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. the depth of trust in God. तो यहाँ पे जो है परमेश्वर पर हम जो करने वाला विश्वास का गहराई को हमें समझना चाहिए, क्योंकि कितना तक हम प्रभु पर भरोसा रख सकता है यहाँ पे दिखाई देता। സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകുമ്പോൾ വ്യക്തിയിലുള്ള ആശ്രയം കുറയും. നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ വ്യക്തിയിലുള്ള ആശ്രയം കുറയും. പക്ഷെ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുമ്പോൾ, സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ജീവൻ അപകടത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരേ ഒരു കാര്യം മാത്രമേ ദാവീദിന് മുമ്പിലുള്ളൂ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള ആശ്രയ മനോഭാവം. ഹല്ലേലൂയ. और अलग अलग समस्या हमारा जीवन में होने के वक्त में, और हम कोई व्यक्ति पर आश्रय रखने के वक्त में, वो व्यक्ति जब नहीं है तो हम निराश हो जाता है, और हमारा जीवन में कठिनाई जब बढ़ने के वक्त में हम निराश हो जाता है। एक एक करके जो है अलग अलग समस्या आने पर हम निराश हो सकता है, लेकिन एक ही चीज हमें खड़ा होने के लिए, तनमन लगाकर खड़ा होने के लिए मदद करता है कि जो व्यक्ति, जो परमेश्वर ने हमें बुलाया, वो हमारे साथ रहता है। ये वायदा जो है हमारा हृदय के अंदर में होना चाहिए। ഇന്ന് രാവിലെ രാത്രികാലം നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈവൻ ഇഫ് യു ആർ നോട്ട് സീയിങ് എനിത്തിങ് വിസിബിൾ, ട്രസ്റ്റ് ഹിം, ട്രസ്റ്റ് ഹിം, ട്രസ്റ്റ് ഹിം. और आज जो है मैंने आपको ये प्रोत्साहन देना चाहता है, अगर आपका जिंदगी के बारे में, सेवकाई के बारे में कुछ भी अच्छा बात नजर नहीं आ रहा है, तो भी मैंने आपको बोलना चाहता है, उन पर भरोसा रखो, उन पर भरोसा रखो, प्रभु पर भरोसा रखो। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। എന്നാൽ ഇതിനോട് ദാവീദ് എങ്ങനെ പ്രതികരിച്ചു? 4 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. और दाऊद जो है इस प्रकार का समस्या को कैसे प्रत्युत्तर दिया, 4 जो है मुद्दा को मैंने आपके सामने जल्दी बोलना चाहते हैं। ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, he trusted God persistently
and not used his popularity for his advantage. തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച പോപ്പുലാരിറ്റിയും ആളുകളുടെ ഇടയിലുള്ള സ്വാധീനവും തന്റെ വാക്തത്വ നിവൃത്തിക്ക് വേണ്ടി താൻ ഉപയോഗിച്ചില്ല, ദൈവത്തിൽ ആശ്രയിച്ചു. Praise the Lord. और एक चीज हम समझना चाहिए दाऊद का इस समयकाल के बारे में, वहां पे जो है दाऊद को जो पॉपुलैरिटी था या जो माने प्रसिद्धि जो था, वो कभी भी उनका फायदा उठाने के लिए उन्होंने कोशिश नहीं किया और कभी भी उसका फायदा उन्होंने नहीं उठाया. കാരണം അറിയാം, ഗോലിയാത്തിനെ കൊന്നപ്പോൾ തന്നെ ദാവീദിന്റെ ആ വലിയ ഒരു ഫാൻ ഉണ്ടായി, അല്ലെ? ഫാൻ സമൂഹം, ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായി ദാവീദിന്. കാരണം അതുകൊണ്ടാണ് ശൗലിന് അവനോട് അസൂയ തോന്നാൻ കാരണം. ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞു. അപ്പോൾ he could have utilized that influence, അല്ലെ? He didn't do. Praise the Lord. और आपको मालूम है कि जब गोलियात को उन्होंने मार डाला, उसी वक्त से उनको आराधना करने वाला, मतलब उनका एक बड़ा सा एक फैन एसोसिएशन रूपीकृत हुआ. मतलब ज्यादा लोग जो है दाऊद को आराधना या बहुत आदर के साथ देखने लगा और वे लोग गाने लगा कि शाऊल जो है 1000 को मारा, दाऊद जो है 10,000 को मारा. लेकिन उस लोगों का बीच में जो प्रभाव था दाऊद को, वो प्रभाव को कभी भी दाऊद अपना फायदा के लिए इस्तेमाल नहीं किया. 1 ശമൂവേൽ 18 അധ്യായം അതിന്റെ 14 വാക്യം വായിക്കുന്നത്, ഡേവിഡ് behaved wisely in all his ways and the Lord was with him. ഒരു കാര്യം പോലും മാനുഷികമായ രീതിയിൽ തന്റെ കയ്യിൽ നിന്ന് എടുത്തു ചെയ്യാതെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് താൻ മുന്നോട്ട് പോകുവാനിടയായിത്തീർന്നു. എങ്ങനെയുള്ള കാലഘട്ടത്തിൽ? ആ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ കണ്ടു. അത്രയും ഭയാനകമായിട്ടുള്ള, വളരെ ദാരുണമായിട്ടുള്ള കാലഘട്ടത്തിൽ പോലും താൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഇതാണ് ദാവീദിന്റെ ഒന്നാമത്തെ പ്രതികരണം. और दाऊद का सबसे पहला प्रत्युत्तर देखिएगा 18 का 14 में, पहला शमूएल 18 का 14 में वहां पे लिखा है, और दाऊद अपनी समस्त चाल में बुद्धिमानी दिखाया और यहोवा उसके साथ साथ रहा. मतलब उनका हर एक चाल चलन जो है बहुत बुद्धिमानी से उन्होंने माने उनका रास्ता जो है उन्होंने निकाला. कभी भी अपना बुद्धि पर उन्होंने नहीं भरोसा किया, मगर हर एक सफर में, हर एक रास्ता में परमेश्वर का उपदेश और परमेश्वर का सलाह को प्राप्त करते हुए उन्होंने निकला. അവിടെയാണ് ആശ്രയത്തിന്റെ മനോഭാവം നമ്മൾ കാണുന്നത്. നമ്മൾ ദൈവത്തോടാണോ ആലോചന ചോദിക്കുന്നത്, അതോ നമുക്ക് ലഭിച്ചതായ സ്വാധീനത്തിലാണോ നമ്മുടെ ആശ്രയം? ആർ യു ട്രസ്റ്റിംഗ് ഗോഡ്? तो हम लोग एक सवाल अपने आप से पूछना चाहिए कि हमारा जो है प्रभाव करने के लिए मिला हुआ समूह पर हम आश्रय करता है या जो बुलाया हुआ परमेश्वर पर हम आश्रय करता. 1 ശമൂവേൽ 23 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ കാണുന്നത്, ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടിരുന്നു. വൺസ് അഗൈൻ. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഏകദേശം 17, അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 20ഓളം വർഷമുള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ ഒരു പ്രതികരണം എന്നോണം താൻ എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവനായിരുന്നു. और हम लोग जो है 23 भजन मैंने पहला शमूएल उसका 23 अध्याय का 4 पद में फिर से देखता है, तब दाऊद ने यहोवा से फिर पूछा. इसका मतलब है दाऊद अपने जिंदगी में हर एक घटना होने का वक्त में परमेश्वर का सलाह लेने के लिए, प्रभु से मांगने के लिए हमेशा तत्पर था या तैयार था. നമ്മളോടുള്ള ഇന്ന് രാത്രി കാലത്തെ എന്റെ ചോദ്യം, ഈ അൺയൂഷ്വൽ വെയിറ്റിംഗ് ടൈമിൽ, ജീവൻ അപകടത്തിലായിരിക്കുന്ന സമയത്ത്, സമയം മുന്നോട്ട് പോയി എന്ന് തോന്നുന്ന സമയത്ത്, അൺസർട്ടണിയുടെ സമയത്ത് നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. और मैंने जो है आपको बताना चाहता है, आपको इंतजार करने के इस काल में आप जो है संदेह में पड़ा हुआ, समंजस में पड़ा हुआ इस काल में, क्या आपको पूरे मन के साथ प्रभु पर भरोसा रख पा रहा है कि नहीं? अगर रख पा रहा है, वो आपकी आत्मिक जीवन का सबसे उत्तम समय होता. Oh, praise the Lord. A king in waiting. രാജാവ് കാത്തിരിക്കുകയാണ്. Praise the Lord. Can you repeat please? ഒരു രാജാവ്, അഭിഷേകം ചെയ്യപ്പെട്ട രാജാവ് കാരണത്തിനായി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. देखिए, एक अभिषेक प्राप्त किया हुआ एक व्यक्ति राजा बनने के लिए इंतजार करने वाला एक काल, एक समय.
ഓ പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തിൽ തന്റെ ഒന്നാമത്തെ പ്രതികരണം, he was able to trust God. ദൈവത്തിൽ unwavering ആയിട്ട് താൻ ട്രസ്റ്റ് ചെയ്തു. അത് മാത്രമല്ല, തന്റെ പോപ്പുലാരിറ്റി തന്റെ അഡ്വാൻറ്റേജിന് വേണ്ടി താൻ ഉപയോഗിച്ചില്ല. और ये जो है काल का सबसे महत्वपूर्ण बात यही है कि प्रभु पर पूरा भरोसा रखने के लिए उन्होंने तैयार हो गया, और कभी भी उनका प्रशस्ति या उनका जो है सुनाम जो है उनका फायदा को उठाने के लिए उन्होंने कभी भी मने उपयोग नहीं किया. രണ്ടാമതായിട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സംപ്ലിഫൈഡ് ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ even when situations favorable to him. തനിക്ക് അനുകൂലമായ പല സാഹചര്യങ്ങൾ ലഭിച്ചിട്ടും യേശു ക്രിസ്തുവിന്റെ സ്വഭാവം താൻ അവിടെ പ്രതിഫലിപ്പിക്കുവാനിടയായി തീർന്നു. और दूसरा एक बात हमें वहां से समझना चाहिए, वो ये है कि उनका जीवन में उनको दूसरा तरीका का स्वभाव दिखाने का अवसर उनका जीवन में मिला था, लेकिन जहां जहां उनको उसी प्रकार का मौका मिला वहां सब जो है यीशु मसीह का जैसा एक स्वभाव उन्होंने दिखाने के लिए तैयार हो गए. ഈ വാക്യം ഒന്ന് വായിക്കണം. ഇത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. 1 ശമൂവേൽ 24 അധ്യായത്തിന്റെ 3 മുതലുള്ള 5 വരെയുള്ളതായ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഞാൻ അതിന്റെ പശ്ചാത്തലം പറയാം. ദാവീദ് ശൗലും ഒക്കെ ഒരു എൻഗതി എന്ന് പറയുന്ന ഒരു മരുഭൂമിയിൽ ഒരു ഗുഹയ്ക്കകത്തായിരിക്കുകയാണ്. ശൗലും അവിടെ ഉണ്ടായിരുന്നു. ശൗലിനെ കൊല്ലുവാൻ ദാവീദിന് ഇതുപോലെയുള്ള ഒരു അവസരം ലഭിച്ചപ്പോൾ തന്നോടുകൂടെയുള്ള ആളുകൾ പറഞ്ഞു, ദാവീദേ, ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയുള്ള സമയം, അവനെ കൊന്നുകളക. എന്നാൽ ദാവീദ് തന്റെ മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ട് അത് ചെയ്തില്ല. ഓ പ്രൈസ് ദി ലോർഡ്. आपने जो है इस पदों को एक बार देखना अवश्य है कि दाऊद जो है एक गुफा के अंदर में पड़ा हुआ था, और शाऊल राजा को मारने का इसी प्रकार के एक अच्छा मौका दाऊद का जीवन में जो मिला था, लेकिन उसको जो है उस वक्त में शाऊल राजा को मार के अपना जो वायदा किया हुआ चीजों को हासिल कर सकता था, लेकिन उन्होंने कभी भी उसी प्रकार के काम करने के लिए तैयार नहीं हुआ, और परमेश्वर का समय के लिए उन्होंने इंतजार किया. ഓ പ്രൈസ് ദി ലോർഡ്. Can you just imagine that? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? क्या आपको इस प्रकार का बातों को थोड़ा सा कल्पना कर सकता है? നമ്മളായിരുന്നെങ്കിൽ എന്തിക്കുമായിരുന്നു? കാരണം നമ്മുടെ ശത്രുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുക. ഇതിനേക്കാൾ വലിയൊരു അവസരമുണ്ടോ ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടിയിട്ട്? दुश्मन को हमारे सामने लेके आया हुआ है, और दुश्मन हमारे हाथ में प्रभु ने दिया है. हम लोग सोचेंगे इससे अच्छा जो है एक मौका क्या परमेश्वर हमारा जीवन में दे देंगे? ദാവീദ് പറഞ്ഞു, ഇല്ല, എന്നെ വാഗ്ദത്തം ചെയ്തവന്റെ സമയം വരെ ഞാൻ കാത്തിരിക്കും. ഈ സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവം ഞാൻ പ്രതിഫലിപ്പിക്കും. ഹല്ലേലൂയ. और दाऊद ने बोला, नहीं नहीं, मैं जो है परमेश्वर जो वायदा किया है उस वायदा का समय तक मैं इंतजार करेंगे, और ये पूरा समय काल तक मैं यीशु मसीह का स्वभाव मेरा जीवन से दर्शाएंगे. അതുകൊണ്ടാണ് പലപ്പോഴും കർത്താവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ദാവീദ് പുത്രനായ കർത്താവ് എന്ന് നമ്മൾ പറയുന്നത്. കാരണം ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നും ദാവീദിന്റെ വംശാവലിയിൽ നിന്നും നമുക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു. അവനാണ് ക്രിസ്തു. इसलिए हम दाऊद के बारे में कहने के वक्त में बाइबल की अलग अलग जगह में ये बात दिखता है कि उनको लोग पुकारता है दाऊद का पुत्र यीशु मसीह, क्योंकि दाऊद का वंशावली में यीशु मसीह का जन्म हुआ. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞത്, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. इसलिए दाऊद के बारे में परमेश्वर का वचन में लिखा हुआ है, वो मेरा हृदय का इच्छा के आधार पर एक इंसान है दाऊद. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ക്യാരക്ടർ പ്രൂവ് ചെയ്യേണ്ടത്. ഓ പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിന്റെ അവസ്ഥയിലാണ് നമ്മുടെ ക്യാരക്ടർ പ്രൂവ് ചെയ്യേണ്ടത്. ആരും നമുക്കില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ക്യാരക്ടർ പ്രൂവ് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ലോകം അറിയേണ്ടത്. ഹല്ലേലൂയ. Are you able to exemplify the character of Christ?
तो मैंने आपको ये बताना चाहता है, इस प्रकार का माने परिस्थिति में हमारा मसीही स्वभाव बाहर आना चाहिए, हमारा प्रत्युत्तर आना चाहिए। हम जो है किस प्रकार का व्यक्ति है, इस प्रकार का समय में जो है लोगों के सामने दिखाना है, लोग जो है हमारे बारे में समझना है। Hallelujah. Hallelujah. Praise the Lord. Praise the Lord. മറ്റൊരു സാഹചര്യം നോക്കിക്കേ, 1 ശമൂവേൽ 26:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. दूसरे एक परिस्थिति को देखिए, पहला शमूएल उसका 27 अध्याय का 7-9. Can we read that? It's very important. Can you repeat the reference? Yeah, 26:7-9. Okay. तो पहला शमूएल 26 अध्याय का 7 से 9 पद तक मैंने पढ़ेंगे, कृपया आप ध्यान से सुनिएगा। पहला शमूएल 26 अध्याय का 7 से 9 पद तक। अतः दाऊद और अबीशाई रातों रात उन लोगों के पास गया, और क्या देखते हैं कि शाऊल गाड़ियों की आड़ में पड़ा सो रहा है, और उसके भाला उसके सिरहाने भूमि में गाड़ा है, और अबनेर और योद्धा लोग उनके चारों ओर पड़ा हुआ है। तब अबीशाई ने दाऊद से कहा, परमेश्वर ने आज तेरे शत्रु को तेरे हाथ में कर दिया है, इसलिए अब मैं उसको एक बार ऐसा मारूं कि भाला उसे बेथता हुआ भूमि में धंस जाए, और मुझको उसे दूसरी बार मारना ना पड़ेगा। दाऊद ने अबीशाई से कहा, उसे नष्ट न कर, क्योंकि यहोवा के अभिषिक्त पर हाथ चलाकर कौन निर्दोष ठहर सकता है। Oh, praise the Lord. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചേ. I was not able to comprehend that. आपने उस पदों को पढ़ने के वक्त में आपका मन में क्या आया? मैं जब पढ़ने के वक्त में मुझे उस पद का जो है गहराई को समझने के लिए भी समझ में नहीं आया। അവനോട് കൂടെയുള്ളവർ പറയുകയാണ്, ദാവീദേ നീ ഒന്നും ചെയ്യണ്ട. ശൗൽ ഉറങ്ങുന്നു, കുന്തം അടുത്ത് കിടക്കുന്നു, ഒരൊറ്റ കുത്ത്, നീ നാളെ രാജാവാണ്. और वहां पे जो है बोल रहा है कि उनके साथ जो अबीशाई जो है उनको सलाह दे रहा है कि दाऊद, परमेश्वर ने आज शाऊल को तुम्हारे हाथ में दिया है, तुमको ज्यादा कुछ करने की जरूरत नहीं है। उनके हाथ में जो भाला है, भाला से उनको छेदा कर दो, कि तुमको कुछ भी जानने की जरूरत नहीं, कल से तुम राजा बन जाएंगे। Praise the Lord. दावीदिന്റെ മറുപടി, no 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 no, I will trust my God. दाऊद का जो है उसका जवाब जो है आप सुनिएगा। वहां पे दाऊद बोल रहा है, नहीं नहीं नहीं, इस प्रकार का काम में नहीं करेंगे, मैं प्रभु पर ही भरोसा रखेंगे। Oh, the character of Christ, the character of Christ. देखिए वहां पे मसीही का चरित्र कैसे दाऊद दिखा रहा है। ക്രൂശിൽ താൻ മരിക്കുമ്പോൾ തന്നെ നിന്ദിക്കുന്നവരോട്, തന്നെ പരിഹസിക്കുന്നവരോട്, തന്നെ വേദനിപ്പിക്കുന്നവരോട് നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഇവർ ചെയ്യുന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. और क्रूस पे जो है यीशु मसीह को मार डालने के वक्त में जो लोग उसको मार डाला, उन लोग को देख के यीशु मसीह प्रभु पिता परमेश्वर से प्रार्थना कर रहा है, पिता परमेश्वर ने क्षमा कर, वे लोग नहीं जानता है क्या कर रहा। हालेलुया, हालेलुया। മുന്നോട്ട് പോകട്ടെ. ദാവീദിന്റെ മൂന്നാമത്തെ പ്രതികരണം. अभी आगे हम बढ़ना चाहता है दाऊद का तीसरा प्रत्युत्तर कैसे। He turned his waiting period to declare God's goodness. ദൈവത്തിന്റെ നന്മകളെ, ദൈവത്തിന്റെ തേജസ്സിനെ വിശദീകരിക്കുവാൻ താൻ ഈ സമയം ഉപയോഗിച്ചു. और तीसरा बात जो है, दाऊद इस काल को परमेश्वर का भलाई के बारे में वर्णन करने के लिए इस्तेमाल किया। നിങ്ങൾക്കറിയാമോ, നമ്മൾ വായിക്കുന്ന പല സങ്കീർത്തനങ്ങളും ദാവീദ് ഈ കാലഘട്ടങ്ങളിൽ എഴുതിയതാണ്. ഓ പ്രൈസ് ദി ലോർഡ്. आपको मालूम है ना, हम लोग जो है आज पढ़ने वाला अलग अलग भजन संहिता जो है दाऊद का, ये जो है समस्या का काल में लिखा हुआ था। സങ്കീർത്തനം 32, 52, 56, 57, 59, 63 അങ്ങനെ പോകുന്നു, നീണ്ട നിര. പ്രൈസ് ദി ലോർഡ്. और भजन संहिता 32, भजन संहिता 52, भजन संहिता 56, 57
98 इस प्रकार जो है अलग अलग भजन संगीता जो है उस वक्त में दाऊद लिखा हुआ था. ഇന്ന് ആ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ഗുഹയുടെ സമയവും ഈ കാത്തിരിപ്പിന്റെ സമയവും ഒക്കെ നമ്മുടെ മനസ്സിലോട്ട് വരണം ദൈവമക്കളെ. Praise the Lord. और जब हम लोग इस भजन संगीता को जो मैंने जो है चैट बॉक्स में डाला है उसको पढ़ने के वक्त में ये दाऊद का जो है अलग अलग परिस्थिति अलग अलग समस्या हमारे हृदय के अंदर में आना चाहिए. സങ്കീർത്തനം 34:1 പറയുന്നത് എന്തെന്നറിയാമോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. भजन संगीता 34:1 में क्या कहता है? मैं हर एक समय में यहोवा को पुकारेंगे, स्तुति करेंगे. ഈ എല്ലാ കാലത്തും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും കലണ്ടർ ഇയറിന്റെ എല്ലാ ദിവസവുമാണെന്ന്. നോ 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 നോ. ഗുഹയിലായിരിക്കുമ്പോൾ, എന്നെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ, എനിക്ക് പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ, വെള്ളം കുടിക്കാതില്ലാതിരിക്കുമ്പോൾ, ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ, എല്ലാ കാലവും എല്ലാ ദിവസവും, അല്ലെങ്കിൽ കലണ്ടർ ഡേയ്സ് അല്ല അവിടെ ഉപയോഗിച്ചത്. ഇൻ ഓൾ മൈ സീസൺസ് ഹല്ലേലൂയ ഐ വിൽ പ്രൈസ് ഹിം. और वहां पे जो है हर एक काल में वहां पे जो लिखा हुआ है, लेकिन हर एक काल का मतलब क्या है? उसका मतलब यह नहीं है कि कैलेंडर का आधार पर जो है दिन के बारे में बोल रहा है. नहीं, वहां पे बोल रहा है मैं हर समय यहोवा को धन्य कहा करूंगा. इसका मतलब है मैं पानी नहीं पीते रहने के वक्त में, भूखा रहने के वक्त में, मैं गुफा में रहने के वक्त में, मैं लोग मुझे मारने के लिए पीछे आने के वक्त में, हर एक वक्त में, हर एक बुरे समय में भी यहोवा को धन्य कहा करूंगा. Praise the Lord. Hallelujah. ആ വെയിറ്റിംഗ് പീരീഡ് ഇല്ലായിരുന്നെങ്കിൽ, ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ്, ആ വെയിറ്റിംഗ് പീരീഡ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പാടി ആശ്വസിക്കുന്ന ഒരുപാട് സങ്കീർത്തനങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു. अगर वो जो है वो वेटिंग पीरियड में इंतजार करने का समय में अगर नहीं रहता, आज हम लोग जो है पढ़ने के लिए हमें मिलने वाला अलग अलग भजन संगीता आज पढ़ने के लिए हमें नहीं मिल जाता. സങ്കീർത്തനം 63 വായിച്ച് താൻ ഒരു വിൽഡർനെസ്സിലായിരിക്കുമ്പോൾ താൻ പറയുകയാണ്, ലോർഡ് യു ആർ മൈ ഗോഡ്, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. और हम लोग जो है भजन संगीता 61 में भी पढ़ते हैं कि प्रभु तू मेरा प्रभु है, अतिकाल में मने सुबह के समय में तुम्हें ढूंढेंगे. Praise the Lord. എപ്പോഴും തന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്ന സമയങ്ങളിലെല്ലാം ദാവീദ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ നിന്നെ ആശ്രയിക്കും. और हर एक वक्त में जब उनका जान खतरा में था और वो परेशानी में था, उस हर एक वक्त में परमेश्वर पर उन्होंने प्रार्थना करके बोला कि प्रभु मैं तुम पर शरण लेना चाहते. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ പാടുന്ന പാട്ടുകൾ. നമ്മള് പാനി ക്രോസ്ബിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അന്ധയായിരുന്ന ആ സഹോദരി 8,000-ലധികം പാട്ടുകൾ താൻ എഴുതി. और हम लोग अलग अलग ഇംഗ്ലീഷ് പാട്ടുകളും ആ സഹോദരി എഴുതിയതാണ്. और हम लोग का जीवन में भी अलग अलग अनुभव है और हमें कई लोगों के बारे में भी मालूम है कि फैनी क्रॉसबी करके एक प्रभु का जो है दासी है, वो उनका जीवन में जो है बहुत कठिनाई में गुजरने के वक्त में उन्होंने अलग अलग गाना जो गाया, वो गाना भी हम लोग जो अंग्रेजी से हिंदी में अनुवाद किया है और गाते रहता है, और करीब 8,000 के आसपास गाना उस परमेश्वर के दासी ने लिखा. ഓ ബ്ലഷഡ് അഷ്വറൻസ് അല്ലേ നമ്മൾ പാടുന്ന ഒരു പാട്ടാണ്, ബ്ലഷഡ് അഷ്വറൻസ്. और हम लोग जो है गाने वाला एक गाना होता है कि ब्लेस्ड अश्योरेंस जीसस इज माइन, इसी प्रकार का एक गाना. നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയതാണ്. ഈ ഒരു സീസണെ അർത്ഥമില്ല എന്നാരും പറയരുത്, ഇതിനാണ് അർത്ഥമുള്ളത്. ദാവീദ് ഈ സീസണെ ദൈവത്തിന്റെ നന്മകളുടെ സീസണാക്കി മാറ്റി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. और हम लोग जो है इस प्रकार का समय में जो गुजरने के वक्त में, अब जिंदगी में कभी मत बोलिए इस समय का कोई महत्व नहीं है, ये समय जो है बेकार का समय है. सबसे महत्वपूर्ण समय यही है और सबसे परमेश्वर को धन्यवाद करने वाला, परमेश्वर का माने महत्व को समझने का समय या काल जो है यही काल होता. Time between anointing and crowning, a long wait, a season of uncertainty, but David trusted God. एक समय होता है अभिषेक प्राप्त करने का और मुकुट जो है प्राप्त करने का, बीच का एक समय होता है. इसका बीच का समय में हमें ही कर सकता है कि प्रभु पर पूरा भरोसा रख सकता है. നിങ്ങൾക്ക് ഒരു പക്ഷേ പിറുപിറുത്ത് ഈ കാലഘട്ടത്തെ നശിപ്പിച്ചു കളയാം, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്
യേശു ക്രിസ്തുവിന്റെ ക്യാരക്ടർ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടം ദൈവത്തിന്റെ നന്മകളെ ഘോഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. The choice is yours. നിങ്ങളുടെ തീരുമാനമാണ്. आपको इस काल के अंदर में कुटकुटाते इस काल को खराब कर सकता है, नहीं है तो परमेश्वर का भलाई के बारे में याद करते हुए, प्रभु पर भरोसा रखते हुए आपको इस काल को महत्वपूर्ण और आनंद उठाने वाला काल भी बना सकता है. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവത്തോട് പിറുപിറുത്തവരുടെ പേരൊന്നും നമുക്ക് അറിയത്തില്ല. അവരൊന്നും ചരിത്രം സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ വിശ്വസ്തയോടെ നിന്നവരെ മാത്രമേ സാക്ഷികളുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. और इस प्रकार का काल में जो कुटकुटाया हुआ लोगों के बारे में हम लोग नहीं पढ़ता है, वे लोग को इतिहास तो बनाया नहीं है, लेकिन गवाहों का समूह का जो अंदर में लिखने वाला लोग जो है, इस प्रकार का काल में भी प्रभु पर आशा रखा हुआ लोग थे. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ പതറച്ചകൾ ഉണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിൽ ലോ പോയിന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മധ്യത്തിലെല്ലാം അവർ വിശ്വസ്തയോടെ ദൈവത്തിൽ ആശ്രയിച്ചു. और उन लोग का जिंदगी में जो है अलग अलग समस्या था, लेकिन उन लोग का जीवन में आशा था और परमेश्वर उन लोग की जिंदगी को बचा के रखा. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നാലാമതായിട്ട് നമ്മൾ കാണുന്നത്, he was not passive, he was very actively involved in God's agenda. ദാവീദിന് ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അയ്യോ ഈ കാലഘട്ടം ഞാൻ നിരാശയിൽ ഒരു റൂമിൽ ഇരിക്കാം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങ് പോകാം. നോ. കിങ്ഡം അജണ്ടയിൽ താൻ ആക്റ്റീവ് ആയിരുന്നു ഈ കാലഘട്ടത്തിൽ. അതാണ് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായി. और मुझे जो है काफी जो सोच दिया हुआ बात ही है, ये काल में जो है उनको निष्क्रिय रह सकता था, बिना कुछ काम करते हुए एक रूम के अंदर में, कमरा के अंदर में, वो परमेश्वर को मेरे जीवन के बारे में कोई योजना नहीं है सोच कर रह सकता था, लेकिन वैसे नहीं किया. पूरा सक्रिय तौर से परमेश्वर के एजेंडा को पूरा करने के लिए, प्रभु का योजना को पूरा करने के लिए सक्रिय तौर से काम करने के लिए दाऊद तैयार हो गया. 1 ശമൂവേൽ 23-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുന്നത് ദാവീദ് ഫെലിസ്ത്യരോട് പോയി യുദ്ധം ചെയ്യുന്നതാണ്. और पहला शमूएल उसका 23 अध्याय का 1 और 2 पद में हम लोग पढ़ता है कि दाऊद जो है फिलिस्तियों के साथ लड़ाई करते हुए देखता. അത് മാത്രമല്ല 1 ശമൂവേൽ 30-ാം അധ്യായം അതിന്റെ 1 മുതൽ 7-8 വാക്യങ്ങളിൽ കാണുന്നത് അമാലേക്യരോട് പോരാടുന്നതായ ദാവീദിനെയാണ്. और पहला शमूएल 3रा अध्याय में हम लोग देखता है 1 और 7 से 8 तक जो पद में देखता है, अमालेकियों के साथ लड़ाई करने वाला दाऊद को देखता. ദാവീദിന് ഇതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവമേ, ഞാൻ രാജാവായിട്ട് ചെയ്യാം, അതുവരെ ഞാൻ മിണ്ടാതിരിക്കാം എന്ന് പറയാമായിരുന്നു. दाऊद को ये सब करने का कोई जरूरत नहीं है, क्योंकि उसको ये बोल सकता था कि मैं राजा तो नहीं बना है, राजा बनने के बाद मैं कर सकता हूँ. ഈ വെയിറ്റിംഗ് കാലഘട്ടത്തിലും ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. लेकिन आपको समझना चाहिए, परमेश्वर आपको इंतजार करने के एक काल जो देता है, उस काल में भी प्रभु आपको अपना तरीका में इस्तेमाल करना चाहता. നാളെ നീ ജീവിച്ചിരിക്കുമോ എന്ന് അറിയയില്ലെങ്കിൽ പോലും ഇന്ന് ദൈവത്തിന് നിന്നെ കൊണ്ട് ഉപയോഗിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. कल आप जिंदा रहेंगे, आपको नहीं मालूम है, भरोसा नहीं है, तो भी अभी का जो समय, जो परेशानी का समय है, उस परेशानी का बीच में भी प्रभु आपको इस्तेमाल कर सकता. ഇന്ന് കാരാഗൃഹത്തിലായിരിക്കുന്ന യോസേഫിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. आज जो है मैंने बंदी गृह में पड़ा हुआ यूसुफ के बारे में परमेश्वर को एक योजना है. കാരാഗൃഹത്തിലായിരിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. और बंदी गृह में पड़ा हुआ शीलास और पौलुस के बारे में प्रभु को एक योजना है. ഗുഹയിൽ ശൗല് കൊല്ലുമെന്ന് പേടിച്ചിരിക്കുന്ന ദാവീദിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. और गुफा के अंदर में शाऊल मुझे मार डालेंगे सोच के डर के रहने वाला दाऊद के बारे में भी प्रभु को एक योजना होता. ലോകത്തിന്റെ കണ്ണിൽ ദാവീദേ നീ രാജാവായിട്ടില്ലെങ്കിലും സ്വർഗത്തിന്റെ കണ്ണിൽ നീ രാജാവാണ്. ഹല്ലേലൂയ. മുന്നോട്ട് പോകുക. ഈ വെയിറ്റിംഗ് പീരീഡ് ഒരു വേസ്റ്റഡ് ടൈം അല്ല. दुनिया का नजरिया में हो सकता है दाऊद ने राजा नहीं बना होगा, लेकिन प्रभु का नजरिया में, स्वर्ग का नजरिया में दाऊद पहले से राजा बन चुका है. इसलिए वेटिंग पीरियड जो होता है, इंतजार करने का समय जो होता है, बेकार का समय नहीं है, आगे बढ़ने का समय है, आगे बढ़ने का समय. ചോദ്യം നമ്മളോട്, നിങ്ങൾക്ക് ആരുടെ കണ്ണിലാണ് രാജാവാകേണ്ടത്? ദൈവത്തിന്റെ കണ്ണിലാണോ അതോ ലോകത്തിന്റെ കണ്ണിലാണോ?
अभी एक सवाल हम अपने आप से पूछना पड़ेगा। सवाल यही है, हम किसके सामने हमें राजा बनना है? दुनिया का लोगों के सामने आपको राजा बनना है या परमेश्वर के सामने आपको राजा बनना है? ദാവീദേ, നീ ഗുഹയിലാണെങ്കിലും നീ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. दाऊद अगर आप अभी गुफा में होगा, लेकिन एक बात आप समझ लीजिए, परमेश्वर की अभिषेक तुम्हारे ऊपर में पड़ा हुआ है। ദൈവം തന്റെ വാഗ്ദത്തം ലോകത്തിന് മുമ്പിൽ തെളിയിച്ചു. परमेश्वर अपना वायदा इस दुनिया के सामने भी दिखाया। ഒരു ദിവസം ദാവീദ് രാജാവായി. एक दिन राजा माने दाऊद ने राजा बन गया। ഇന്നും അവന്റെ സിംഹാസനം ദാവീദിന്റെ സിംഹാസനം എന്നറിയപ്പെടുന്നു. आज भी उसका सिंहासन दाऊद का सिंहासन का रूप में हमें पाए जाते हैं। ആ വംശാവലിയിൽ നിന്നും അത്ഭുത മന്ത്രി, വീരനാം ദൈവം, രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തു ഉത്ഭവിച്ചു. ഹല്ലേലൂയ. उस जो है वंशावली से राजाओं का राजा और प्रभुओं का प्रभु यीशु मसीह का जन्म हो गया। Wait patiently, trust God. इंतजार करो धीरज के साथ और उस वक्त में प्रभु पर आप भरोसा रखो। Don't be stagnant, not be passive. ചുമ്മാ ഇരിക്കരുത്. കിങ്ഡം അജണ്ടയിൽ മുന്നോട്ട് പോകുക. കിങ്ഡം അജണ്ടയിൽ മുന്നോട്ട് പോകുക. ഒരു ദിവസം ദൈവത്തിന്റെ സമയം വരും. और आप जो है निष्क्रिय मत बनाइए, सक्रिय होते जाइए, और परमेश्वर का समय आएगा, उस वक्त में जो है आपको पूरी तरीके में प्रभु इस्तेमाल करेंगे। उस वक्त तक आप चलते जाइए, प्रभु का काम में लगे रहिए। ഇന്നും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് ആരെന്ന് ചോദിച്ചാൽ സംശയം കൂടാതെ എല്ലാവരും പറയുന്നു, എന്റെ ദാസനായ ദാവീദ് എന്ന് ദൈവവും എല്ലാവരും പറയുന്നു. വാട്ട് എ ഇൻക്രെഡിബിൾ ജേർണി ടുവേർഡ്സ് ദി ക്രൗണിംഗ് ഫ്രം ദ പോയിന്റ് ഓഫ് അനോയിന്റിംഗ്. आज कोई भी पूछेगा कि इस्राएल का इतिहास में सबसे महत्वपूर्ण राजा कौन है पूछेगा, तो सब लोग एक ही शब्द से बोलेंगे कि राजा दाऊद है, क्योंकि उसका सफर जो है अभिषेक प्राप्त करने के बाद से लेकर जो है परमेश्वर उनको वायदा किया हुआ मुकुट प्राप्त करने तक उसका सफर उतना कठिन था, लेकिन उस कठिन सफर में उन्होंने प्रभु पर भरोसा रखते हुए आगे बढ़ा। വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. शब्दों को मैं यहाँ पे समाप्त करना चाहता। Trust God. प्रभु पर आप भरोसा रखिए, ദൈവത്തിൽ ആശ്രയിക്കുക. प्रभु पर आप पूरा भरोसा रखिए। ദൈവം നിങ്ങളെ വിളിച്ചു. परमेश्वर आपको छोड़ेंगे नहीं। ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. और प्रभु आपको बुलाया है, सबको आपको परमेश्वर ने बुलाया। ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് മുന്നേറാം. उस प्रभु पर हम लोग शरण लेते हुए आगे बढ़ेंगे। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचन के द्वारा परमेश्वर ने आपको आशीष करे। थैंक यू भाई सुनचंद। आइए अपना जीवन को परमेश्वर के करीब समर्पण करें और प्रार्थना करें।